സുരക്ഷിതനായോ എന്ന ചോദ്യത്തിന് സുരക്ഷിതനാണ്, പൂർണ്ണമായും സുരക്ഷിതനാണ്. ഇപ്പോൾ ഗോപാലകൃഷ്ണൻ ആരുടെയൊക്കെ അരുമയാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ പിന്തുണയോടുകൂടി അദ്ദേഹം ചില പോസ്റ്റുകളിലേക്ക് എത്തുന്നു. അതിനുശേഷം അദ്ദേഹം നടത്തിയ പ്രവർത്തനം ഇതൊക്കെയാണ്. പിന്നീട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എൻ പ്രശാന്ത് IAS പുറത്തു പറഞ്ഞത്. അതിലപ്പുറം നമ്മൾ ഈ കേസിൻ്റെ തുടക്കം മുതൽ കണ്ടാൽ ഏതൊക്കെ രൂപത്തിൽ അദ്ദേഹത്തിന് സഹായം ലഭിച്ചു എന്നുള്ളത് മനസ്സിലാക്കാനാവുന്നതാണ്. ഈ ചാർജ് മെമ്മോയിൽ ആകെ ഉൾപ്പെടുത്തിയിരിക്കുന്ന IAS ഉദ്യോഗസ്ഥർക്കിടയിൽ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നത് മാത്രമാണ്. അപ്പോൾ അതിൽ ക്രിമിനൽ നടപടി പ്രകാരം കേസ് എടുക്കാനാകില്ല എന്ന വാദം പറയുന്നു. അല്ലെങ്കിൽ അതൊരു തീവ്രവാദ ഗ്രൂപ്പ് ആകണമെന്ന് പറയുന്നു. അടിമുടി ഈ സാങ്കേതികത്വമാണ് ഈ കാര്യത്തിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ IAS ഉദ്യോഗസ്ഥർക്കിടയിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ പല രൂപത്തിലുണ്ടാകുന്നുണ്ട്. നല്ല അടുപ്പമുള്ളവർ തമ്മിലുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാകുന്നു. അതുകൂടാതെ ഒരേ നാട്ടിൽ നിന്ന് വരുന്നവരൊക്കെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ അവരുടെ ചില ഗ്രൂപ്പുകളുണ്ട്. അത്രേ അല്ല, അതുണ്ടാകാം. അങ്ങനെ ചില ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ആഘോഷങ്ങളൊക്കെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ്റെ വീട്ടിലായിരിക്കും. അപ്പോൾ അതിനുവേണ്ടിയൊക്കെ ആ ഗ്രൂപ്പ് ഉപയോഗിക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടെ ഗ്രൂപ്പുകൾ കണ്ടിട്ടുള്ളതെന്നാണ് ഇതിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേപോലെ ഇദ്ദേഹം ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ഹിന്ദു മല്ലു ഓഫീസേഴ്സ് ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അതിൽ പലരെയും ആഡ് ചെയ്യുന്നു. ഈ ആഡ് ചെയ്യപ്പെട്ടവർ തന്നെ അത്ഭുതത്തോടുകൂടി ഇതെന്താണ് എന്ന ചോദ്യം അതിൽ ഉന്നയിക്കുന്നുണ്ട്. ചിലരൊക്കെ അതിൽ നിന്ന് ക്വിറ്റായി പോകുന്നുണ്ട്. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ അതിൽ തന്നെ ചിലർ രോഷത്തോടുകൂടി പ്രതികരണങ്ങളൊക്കെ വന്ന ഘട്ടത്തിൽ ഇത് അപകടമാകുമെന്ന് കണ്ട് ആ ദിവസം തന്നെ അദ്ദേഹം മറ്റൊരു ഗ്രൂപ്പ് കൂടി ഉണ്ടാക്കിയാണ് മല്ലു മുസ്ലിം ഗ്രൂപ്പ് എന്ന ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. അതിൽ മുസ്ലിം ഉദ്യോഗസ്ഥരായി ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ. അപ്പോൾ അതിൽ ഒരു ഉദ്യോഗസ്ഥയെ ചേർത്തപ്പോൾ ആ ഉദ്യോഗസ്ഥയ്ക്ക് അതിൻ്റെ അപകടമാണ്. നോക്കൂ, ഇത് ഈ മല്ലു ഹിന്ദു ഗ്രൂപ്പ് എന്നല്ലാതെ മല്ലു മുസ്ലിം ഗ്രൂപ്പ് എന്ന് മാത്രമായിട്ടാണ് വന്നിരുന്നെങ്കിൽ ഇതിൻ്റെ സ്വഭാവവും അതിൻ്റെ അന്വേഷണ രീതികളും എല്ലാം മാറുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥയ്ക്ക് അപകടം മണക്കുകയും അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുകയും ഇൻ്റലിജൻസിൽ പരാതിയായിട്ടല്ല ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. പരാതിയുടെ സ്വഭാവത്തിൽ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി ഫർദറായി കാര്യങ്ങളിലേക്ക് പോകേണ്ടി വന്നതന്നെ പോലീസിനും. അപ്പോൾ അതാണ് ആ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ ഇത് പോകുന്നു എന്ന് കണ്ടപ്പോൾ ഈ പറഞ്ഞ തീയതികളൊക്കെ നമുക്ക് അറിയാമല്ലോ. ഒക്ടോബർ 31 ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അന്ന് രാത്രി 9:45 അത് റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് പിന്നീട് വ്യക്തിപരമായ വിശദീകരണം പിറ്റേന്ന് 2:28 അത്രയും സമയം കഴിഞ്ഞ് ഉച്ചയോടുകൂടിയാണ് ഇതിലൊരു വിശദീകരണം അദ്ദേഹം നൽകുന്നത്. അതിനുശേഷം പോലീസിൽ ഹാക്ക് ചെയ്തു എന്നൊരു പരാതി നൽകുന്നു. അങ്ങനെ പരാതി നൽകുമ്പോൾ ഫോൺ കൊണ്ടുവരാൻ പറയുമ്പോൾ ഒന്നും സംഭവിക്കാത്ത പോലെ ഒരു ഗ്രൂപ്പും വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്ത ഐഫോൺ അവിടെ കൊടുക്കുന്നു. ഇതാണോ കൊണ്ടു തരിക, ഇതിൽ ഗ്രൂപ്പില്ലല്ലോ എന്ന് പറയുമ്പോൾ ഭയങ്കര നിഷ്കളങ്കനായ ഫോൺ തിരിച്ചു കൊണ്ടുപോവുകയും 2 ദിവസത്തിന് ശേഷമാണ് അദ്ദേഹം ആൻഡ്രോയിഡ് ഫോൺ കൊടുക്കുന്നത്. അപ്പോഴേക്കും അത് പലതവണ ഫോർമാറ്റ് ചെയ്ത ശേഷം കൊടുക്കുകയാണ്. അപ്പോൾ ഈ കള്ളത്തരങ്ങളൊക്കെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പോലീസിനെ അപഹസിക്കുകയാണ്. പോലീസിന് ആ രൂപത്തിൽ അതിനെ കാണാമായിരുന്നു. പോലീസ് മെറ്റയുടെ സഹായം തേടുന്നു, ഗൂഗിളിൻ്റെ സഹായം തേടുന്നു. അപ്പോൾ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളത് കളവാണ് എന്ന ബോധ്യം പോലീസിനുണ്ടാവുകയും പോലീസ് അങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യുന്നു. പക്ഷേ പോലീസ് ഈ കാര്യത്തിൽ ചെയ്യാതിരുന്ന ഒരു കാര്യം എന്നുള്ളത് ഈ ഗ്രൂപ്പിൽ ചേർക്കപ്പെട്ട ഉദ്യോഗസ്ഥർ ആരൊക്കെ എന്നൊരു അന്വേഷണത്തിലേക്ക് പോലീസ് പോയില്ല. അങ്ങനെയെങ്കിൽ ആ ഉദ്യോഗസ്ഥരോട് ചോദിക്കാമായിരുന്നു, എന്താണ് ഈ ഗ്രൂപ്പിൻ്റെ സ്വഭാവം, എന്തിനായിരുന്നു അങ്ങനെ ഗ്രൂപ്പ്, ഏത് സമയത്താണ് നിങ്ങളെ ഇതിലേക്ക് ആഡ് ചെയ്തത് എന്ന് ചോദിക്കാമായിരുന്നു. ഈ പറയുന്ന ഇൻ്റലിജൻസിന് വിവരം കിട്ടിയിട്ടുണ്ടല്ലോ, ഒരു ഉദ്യോഗസ്ഥ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, ആ പരാതി ആ ഉദ്യോഗസ്ഥരോട് പോയി ചോദിക്കാമല്ലോ, അവർ സ്വാഭാവികമായിട്ടും പറയും. അപ്പോൾ ഈ ഉദ്യോഗസ്ഥർ ഇതിൻ്റെ ഗൗരവം ഇതാണ്. അതായത് ഈ ഓരോ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ നിലപാടുണ്ടാവും. ആ രാഷ്ട്രീയ നിലപാട് അവർ പ്രവർത്തിക്കുന്ന രീതിയൊക്കെ പരസ്പരം അറിയാമെന്നേ. അപ്പോൾ ഇദ്ദേഹം എന്തുകൊണ്ട് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യപ്പെട്ടവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അവർ പക്ഷേ അതിനെ അത്ര ഗൗരവത്തിലൊന്നും കണ്ടില്ല. ഞങ്ങൾക്കിതിൽ താല്പര്യമില്ല എന്നുകൊണ്ട് ചിലരെങ്കിലും അതിൽ നിന്ന് പോയി. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ആ രൂപത്തിലേക്ക് അന്വേഷണം പോയിട്ടില്ല എന്നുള്ളതാണ്. ഇനി പൊതു താല്പര്യവുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ മതി, കൊല്ലം DCCയിലെ സെക്രട്ടറി ഒരു പരാതി നൽകുമ്പോൾ അങ്ങനെ ഒരു പരാതി ഗ്രൂപ്പിന് പുറത്തുനിന്ന് പരാതി എടുക്കാൻ പറ്റില്ല. ആ ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ പരാതി നൽകിയാലേ അത് അംഗീകരിക്കാൻ പറ്റുകയുള്ളൂ എന്ന രൂപത്തിൽ പോലീസ് പറയുന്നു. ഇത് യഥാർത്ഥത്തിൽ ഒരു അന്വേഷണത്തിലേക്കും ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കുകയും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് പോയതുപോലും മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുകയും ആ രൂപത്തിൽ അത് ചർച്ച ചെയ്യുകയും ചെയ്തതിനു ശേഷം മാത്രമാണ് അത് പുറത്തു വരുന്നു. അതിന്മേൽ ഒരു പ്രതികരണം എൻ പ്രശാന്ത് IAS പുറത്തു പറയുന്നു. അദ്ദേഹം പറയുമ്പോൾ ഈ ഗോപാലകൃഷ്ണനെ ആരാണ് സഹായിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് എത്തുകയാണ്. അത് ആരാണ്, ഉദ്യോഗസ്ഥന് പേരടക്കം പുറത്തു വരുന്നു. ഏതൊക്കെ രൂപത്തിൽ സംരക്ഷിച്ചു എന്നുള്ളത് പിന്നീട് വാർത്തകളായി നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. ഇപ്പോൾ ചീഫ് സെക്രട്ടറി നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പോലീസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിലെ ഗുരുതരമായ പരാമർശങ്ങൾ എന്തുകൊണ്ട് ഒഴിവാക്കുന്നു എന്നൊരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാൽ സ്വാധീനിക്കപ്പെട്ടോ എന്ന ചോദ്യമുണ്ട്. ചീഫ് സെക്രട്ടറി ഇങ്ങനെയൊരു മെമ്മോ കൊടുക്കുമ്പോൾ അതിന്മേൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് തനിക്കൊരു പിഴവ് പറ്റി, ഞാനിങ്ങനെ ഭിന്നത വളർത്താൻ ഉദ്ദേശിച്ചല്ല ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്നൊരു വിശദീകരണം നൽകിക്കഴിഞ്ഞാൽ അത് അവിടെ അവസാനിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ
സാങ്കേതികത്വം പറയുകയാണെങ്കിൽ സാങ്കേതികത്വത്തിൽ അത് അങ്ങനെ അവസാനിക്കേണ്ടതാണ്. അതിലപ്പുറം സർക്കാർ എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയൊരു നടപടിയിലേക്ക് പോകുന്ന ഒരു അനുഭവം നമ്മുടെ മുന്നിലില്ല. അപ്പോൾ നേരത്തെ ശ്രീറാം വെങ്കിട്ടരാമൻ്റെ കാര്യം അടക്കം പറഞ്ഞതുപോലെ കേസുകൾ തമ്മിൽ താരതമ്യമില്ല എങ്കിലും IAS ഉദ്യോഗസ്ഥർ അവരുടെ ഒരു ലോബി, ചില കാര്യങ്ങളിൽ അവർ ഒരുമിച്ചാകുമ്പോൾ ശക്തരാകുകയും അത് സർക്കാർ സംവിധാനത്തെ പോലും ചോദ്യം ചെയ്യുന്ന രൂപത്തിലേക്ക് അവർക്ക് പോകാൻ സാധിക്കുകയൊക്കെ ചെയ്യുന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ IASകാർക്കിടയിൽ തന്നെ ഭിന്നത ഈ വിഷയത്തിൽ ഉടലെടുത്തിരിക്കുന്നു. പുറത്തേക്ക് പല കാര്യങ്ങൾ വരികയും ചെയ്തിരിക്കുന്നു. ഇതിൽ സർക്കാരിന് ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഈ ചീഫ് സെക്രട്ടറി കൊടുത്തിരിക്കുന്ന ചാർജ് മെമ്മോ അതിനൊരു മറുപടി നൽകാൻ പോകുന്നു. ആ മറുപടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്ത് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. അദ്ദേഹം താൻ ഉണ്ടാക്കിയ ഗ്രൂപ്പല്ല എന്ന് പോലീസിൽ പറയുന്നു. തൻ്റെ ഫോൺ ഹാക്ക് ചെയ്തതാണെന്ന് പോലീസിൽ പറയുന്നു. പക്ഷേ അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളായ ഉദ്യോഗസ്ഥരോട് തന്നെ പറഞ്ഞിരിക്കുന്നത് തനിക്ക് മുകളിൽ നിന്ന് നിർദ്ദേശമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലീസിലേക്കും എത്തിയിരിക്കുന്നു. മാധ്യമപ്രവർത്തകരിലേക്ക് ആ വിവരം എത്തിയെങ്കിൽ പോലീസിലേക്കും എത്തിയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ആരാലാണ് ഇദ്ദേഹം നയിക്കപ്പെടുന്നത്? അതല്ല മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ എന്തെങ്കിലും നല്ല പോസ്റ്റ് കിട്ടും, ആരെങ്കിലും തൃപ്തിപ്പെടുത്താൻ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവിടെ തനിക്ക് നല്ലൊരു സ്ഥാനം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം ചെയ്തതെങ്കിൽ അതിലൊരു അന്വേഷണം വേണ്ടേ? അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് പോയിട്ടില്ല എന്നുള്ളതാണ്. പോലീസ് ഇനി പോകാനുള്ള സാധ്യതയും കഴിഞ്ഞിരിക്കുന്നു. റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. അതിൽ പറയുന്ന കാര്യങ്ങൾ പോലും ചേർക്കാതെ ഇപ്പോൾ ചീഫ് സെക്രട്ടറി ചാർജ് മെമ്മോ നൽകുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്മേലുള്ള മറുപടിയാണ് ഇനി പ്രധാനം. ആ മറുപടിക്ക് ശേഷം സർക്കാർ ഇനി എന്തു ചെയ്യുമെന്നുള്ളത് അറിയില്ല. കാരണം പാർട്ടി സെക്രട്ടറി, CPM സംസ്ഥാന സെക്രട്ടറിയൊക്കെ അന്ന് ഈ വിഷയം ഉയർന്ന ഘട്ടത്തിൽ വളരെ ഗുരുതരമായ വിഷയമാണ് ഇതെന്നും ശക്തമായ നടപടി വേണ്ടതാണ് എന്നൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. ഇടത് സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതിന്മേലൊരു നടപടി തന്നെയാണ്. ഇങ്ങനെ രാഷ്ട്രീയമായി എന്നുള്ളതാണ്, വർഗീയമായി ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ഉദ്യോഗസ്ഥർ ഇവരെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അവർക്കിടയിൽ തന്നെ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർ ജനങ്ങളോട് ഏത് രൂപത്തിലായിരിക്കും പ്രവർത്തിക്കുക എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ വേണോ എന്നുള്ള കാര്യം സർക്കാർ ആലോചിക്കേണ്ടതാണ്. ഈ ഗുരുതരമായ വിഷയത്തെ അതിൻ്റെ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യുമോ? ചീഫ് സെക്രട്ടറി നൽകിയിരിക്കുന്ന ചാർജ് മെമ്മോയുമായി ബന്ധപ്പെട്ടൊരു പുനഃപരിശോധന നടത്തുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു. ഇപ്പോൾ അദ്ദേഹം പൂർണ്ണമായും സുരക്ഷിതനാണ് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. Meet the editors.